പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ക്ഷമയോടെ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുന്നതെന്ന് നാം പരിശീലിക്കണം. പ്രശ്നങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, യഥാർത്ഥ പ്രശ്നങ്ങൾ. രണ്ട്, സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. എന്താണ് യഥാർത്ഥ പ്രശ്നങ്ങൾ? പ്രിയപ്പെട്ടവരുടെ മരണം, ഗുരുതരമായ അസുഖം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, അംഗവൈകല്യം, ഇതെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളാണ്. ഈ യഥാർത്ഥ പ്രശ്നങ്ങൾ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ആയുസ്സിൽ ചെറിയൊരു ശതമാനം സംഭവിക്കുന്നതാണ്. എല്ലാവരുടെയും മഹാഭൂരിപക്ഷത്തിൻ്റെ, ചിലരുടെ നേരത്തെ തന്നെ യുവത്വത്തിൽ തന്നെ മാറാരോഗങ്ങൾ വരാം, അത് മറ്റൊരു കാര്യം. എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യരും അവരുടെ ആയുസ്സിൻ്റെ നല്ലൊരു പങ്കും ജീവിതം ദുരന്തപൂർണമാക്കുന്നത് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പേരിലാണ്. എന്താണ് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ? ഇല്ലാത്ത അസുഖങ്ങളുണ്ടോ എന്ന ആശങ്ക. വയറ്റിലൊരു വേദന വന്നാൽ അത് അർബുദമാണെന്ന് കരുതി സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത പകലുകളും ഉറക്കമില്ലാത്ത രാത്രികളും കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ ആഴ്ചകളും മാസങ്ങൾക്കും ശേഷം ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ അസുഖമൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ആശ്വസിക്കുന്നു. പക്ഷെ നഷ്ടപ്പെട്ട ആ പകലുകളും ഉറക്കമില്ലാതെ ദുരന്തമനുഭവിച്ച രാത്രികളും തിരിച്ചു ലഭിക്കില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മറ്റൊരിടത്ത് വേദന വരുന്നു, വീണ്ടും ഇതെല്ലാം ആവർത്തിക്കും. അതൊരു പ്രശ്നം. മറ്റൊരു പ്രശ്നം, പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക. പ്രത്യേകിച്ച് ഉമ്മമാർക്കാണ്. മക്കൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയാൽ തുടങ്ങും ആശങ്ക. ആ ജീവിതത്തിൽ ഒന്നും മക്കൾക്ക് സംഭവിച്ചില്ലെങ്കിലും ഉമ്മയുടെ ജീവിതം ദുരന്തപൂർണമായി. മറ്റൊന്ന്, തൻ്റെ പ്രവൃത്തി മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, പ്രശംസിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ഗൃഹനായിക ഒരുപാട് ജോലിയെടുക്കുന്നു, ഭർത്താവും മകനും തന്നെ പ്രശംസിക്കുന്നില്ല, തൻ്റെ ജോലി അംഗീകരിക്കുന്നില്ല എന്ന് ഓർത്ത് ദുഃഖിക്കുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താണ് ഇവരൊന്നും അംഗീകരിക്കാത്തത്? പലരുടെയും വിഷമമാണ്. പക്ഷെ ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, അവരംഗീകരിക്കാത്തതും അവർ പ്രശംസിക്കാത്തതും അവരുടെ കുറവാണ്. എനിക്ക് ഈ ജോലിയിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ എനിക്ക് ആ സംതൃപ്തി ഉണ്ട്, ഇല്ലേ? മറ്റൊന്ന് വിമർശനമാണ്. ആരെങ്കിലും പ്രശംസിച്ചാൽ സന്തോഷം, ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ ദുഃഖം. ഉദാഹരണത്തിന്, ഒരുപാട് പൈസ എല്ലാം ചെലവാക്കി മനോഹരമായി വസ്ത്രം അണിഞ്ഞൊരു വിവാഹത്തിന് പോകുമ്പോൾ ഒരാൾ പറയുന്നു, വസ്ത്രം പോരാ, വിഷമം. വസ്ത്രം നന്നായി, സന്തോഷം. നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഭംഗി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ദുഃഖം. മറ്റുള്ളവർക്ക് ഈ കൊടുക്കുമ്പോൾ കറങ്ങുന്ന പാവകളെ പോലെ കറങ്ങുകയാണ് മിക്കവരും ചെയ്യുന്നത്. ഇതെല്ലാമാണ് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. മരിച്ചുപോയ ഇന്നലകളുടെയും പിറക്കാനിരിക്കുന്ന നാളെകളുടെയും ഭാരം ഇന്നെന്ന യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് കയറ്റിവെച്ചാൽ ഏതൊരു ശക്തൻ്റെയും പാദങ്ങൾ തളർന്നു പോകും. ഈ അടക്കാമരത്തിൽ കയറുന്നവൻ പകുതി വെച്ചിട്ട് അടിയിലേക്ക് നോക്കിയാൽ തല കറങ്ങും. കാരണം ഇത്രയും കയറി ഇനിയും എത്രയും ഇറങ്ങണമല്ലോ എന്നോർത്തിട്ട്. മുകളിലേക്ക് നോക്കിയാലും തല കറങ്ങും. അത്രയും കയറണം, ഇനി അതിനേക്കാൾ കൂടുതൽ ഇറങ്ങണമല്ലോ എന്ന് ആശങ്കപ്പെട്ടിട്ട് ആ പിടുത്തത്തിൽ തന്നെ നോക്കിയിരിക്കും. അതാണ് യഥാർത്ഥ ലോകം. രണ്ട് ലോകങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഒന്ന് ചിന്തകളുടെ ലോകം, ഒന്ന് യഥാർത്ഥ ലോകം. 99% നമ്മൾ ചിന്തകളുടെ ലോകത്താണ്. ഇവിടെ ഇരിക്കുന്നത് ഞാൻ, പ്രസംഗിക്കുന്നത് ഞാൻ, ഇവരെല്ലാവരും, നിങ്ങളെല്ലാവരും പുറം ലോകമാണ്. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ വീട്ടിലെ പ്രശ്നമുണ്ടല്ലോ എന്ന് ആലോചിക്കും. അവർ ചിന്തകളുടെ ലോകത്താണ്, അവരുടെ ശരീരം അവിടെയുണ്ട്. വിവാഹ സദസ്സുകളിൽ പോലും നൂറുകണക്കിന് ആളുകളുടെ നടുവിലിരിക്കുന്ന ആളുകൾ ചിന്തകളുടെ ലോകത്താണ്. നമ്മൾ ആദ്യം കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഗിയർ മാറ്റി, അങ്ങനെ മാറ്റി. നമ്മുടെ നാട്ടിൽ ഗിയർ വെച്ചിട്ട് കാർ ഓടിച്ച് പഠിച്ചിരുന്ന കാലത്ത് എല്ലാം ശ്രദ്ധിക്കും. ഇപ്പോൾ നാം യാന്ത്രികമായിട്ട് കാർ ഓടിക്കുമ്പോൾ ഓഫീസിലത്തെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിൽ. എത്ര ആളുകൾ കണ്ണു തുറന്നിട്ട് ആസ്വദിക്കുന്നുണ്ട് കാര്യങ്ങൾ, പുറം ലോകം. ടാഗോറിൻ്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. ഒരുപാട് പണം ചെലവഴിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പോയി. പർവ്വതങ്ങളും സമതലങ്ങളും കണ്ട്, പട്ടണങ്ങളും ഗ്രാമങ്ങളും കണ്ട്, മലകളും പുഴയോരങ്ങളും കണ്ടു. അവസാനം ഞാൻ കാണാൻ വിസ്മരിച്ചു പോയ, മറന്നുപോയ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ഒരു കുടിലിൻ്റെ, എൻ്റെ കുടിലിൻ്റെ മുന്നിലെ പുൽക്കൊടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുകണത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതാ ജ്വലിക്കുന്ന മനോഹരമായ കാഴ്ച ഞാൻ കാണാൻ മറന്നുപോയെന്ന് പറഞ്ഞതുണ്ട് ടാഗോർ. കണ്ണു തുറന്ന് കാണാറില്ല നാം, ഇല്ലേ? നമ്മുടെ വർഷങ്ങളിങ്ങനെ കടന്നു പോവുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഈ മാനസികമായ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നാം വിഷമിക്കുമ്പോഴും നമുക്കിതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. ഉറങ്ങാതെ കിടക്കുന്നവരോട്
ആളുകൾ പറയാറുണ്ട്, നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതാണ് യാഥാർത്ഥ്യമായ ആ നിമിഷങ്ങൾ. ആ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അടുത്ത ശ്വാസം വേണം. അപ്പൊ ശ്വാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരുമെന്ന് പറയാറുണ്ട്. എല്ലാത്തിനുമുപരി വിശ്വാസം. കാരണം പ്രബോധകരായിട്ട് ഓരോ മനുഷ്യനും മനക്കരുത്തുണ്ട്, മാനസികമായ സന്തോഷമുണ്ടാകണം. ഈ വിശ്വാസത്തിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടേ മനസ്സുകൾ ശാന്തമാവുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞതിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം. കാരണം